പ്രശസ്ത സംവിധായകൻ സംഗീത് ശിവൻ അന്തരിച്ചു. അന്ത്യം മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ്. മാനസ മനോജ് വിശദാംശങ്ങളുമായുണ്ട്. മാനസ, യോധ ഉൾപ്പെടെയുള്ള ഒരുപിടി ഹിറ്റ് മലയാള സിനിമകളുടെ സംവിധായകനാണ് വിടവാങ്ങിയത്. വിശദാംശങ്ങൾ. തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ യോധയടക്കം നിരവധി ഹിറ്റ് മലയാള സിനിമകളുടെ സംവിധായകനാണ് ഇപ്പോൾ ചലച്ചിത്ര ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. പ്രശസ്ത സംവിധായകൻ സംഗീത് ശിവൻ ഏതാനും അന്ത്യം മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു. യോധ, നിർണയം, ഗാന്ധർവം, വ്യൂഹം തുടങ്ങി നിരവധി ചിത്രങ്ങളാണ് ഈ സംവിധായകനിലൂടെ ലോകം അല്ലെങ്കിൽ ചലച്ചിത്ര ലോകം അറിഞ്ഞത്. ഇന്ത്യൻ ചലച്ചിത്ര വേദിയിലെ തന്നെ ഒരു സംവിധായകൻ, അതോടൊപ്പം തന്നെ ഈ സംവിധായകൻ സന്തോഷ് ശിവന്റെ സഹോദരൻ കൂടിയാണ് സംഗീത് ശിവൻ. യോധ എന്ന മലയാളികൾക്ക് യോധ എന്ന ഒരൊറ്റ ചിത്രം കേട്ടാൽ തന്നെ മനസ്സിലാകും ഈ സംവിധായകൻ സംഗീത് ശിവന്റെ ആ ഒരു ചലച്ചിത്രത്തോടുള്ള അല്ലെങ്കിൽ മലയാളികളിലേക്ക് എത്രത്തോളമാണ് ചലച്ചിത്രം ഇദ്ദേഹം എത്തിച്ചത് എന്നതുൾപ്പെടെയുള്ള ഒരു ഉദാഹരണം തന്നെയാണ് മലയാള ചിത്രമായ യോധ. യോധയിലൂടെ തന്നെയാണ് ഇദ്ദേഹം ശ്രദ്ധ നേടിയതും. അതോടൊപ്പം തന്നെ ആദ്യ ചലച്ചിത്രം എന്ന് പറയുന്നത് 1990 വ്യൂഹം എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം ചലച്ചിത്ര ലോകത്തേക്ക് എത്തുന്നത്. ഈ ലോക സിനിമയിലെ ക്ലാസിക്കുകൾ പരിചയപ്പെടുന്നതും അതോടൊപ്പം തന്നെ ഈ ക്യാമറകളെ സ്നേഹിച്ച അച്ഛൻ ശിവന്റെ കലാപാരമ്പര്യം കൂടി മുറുകെ പിടിച്ചാണ് സംഗീത് ശിവൻ ഈ ചലച്ചിത്ര ലോകത്തേക്കുള്ള യാത്ര തുടങ്ങിയത്. ശിവൻ ഒരുക്കിയ ഡോക്യുമെന്ററികളിൽ സഹായിയായി, അതോടൊപ്പം തന്നെ പൂനെയിൽ ഫിലിം അസോസിയേഷൻ കോഴ്സ് ചെയ്തു. ലോക സിനിമയിലെ ക്ലാസിക്കുകൾ പരിചയപ്പെടുന്നതും അക്കാലത്ത് തന്നെയാണ്. ഈ ഒരിടക്ക് M.Com പൂർത്തിയാക്കി ബാങ്ക് ഉദ്യോഗസ്ഥനായി രാജസ്ഥാനിലേക്ക് വണ്ടി കയറി നിന്ന സംഗീതിനെ സിനിമയിലേക്ക് കൈപിടിച്ചെത്തിച്ചത് ഈ സഹോദരൻ സന്തോഷ് ശിവനാണ്. അതുകൊണ്ട് തന്നെ ഒരു ചലച്ചിത്ര പാരമ്പര്യം തന്നെയാണ് ഈ സംഗീത് ശിവന്റെ കുടുംബത്തിനുമുള്ളത്. അതോടൊപ്പം തന്നെയായിരുന്നു സംഗീത് ശിവന്റെ ഓരോ പ്രൊഡക്റ്റും എന്ന് പറയുന്നത്. ചിത്രങ്ങൾ ഉൾപ്പെടെ, ചിത്രം മാത്രമല്ല, ചിത്രത്തിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിയ കഥാപാത്രങ്ങളാണെങ്കിലും നിരവധി കഥാപാത്രങ്ങൾ, ഈ കൈപ്പറമ്പിൽ അശോകൻ, അരശുമൂട്ടിൽ അപ്പുക്കുട്ടൻ, അശ്വതി, ഉണ്ണിക്കുട്ടൻ, റംപോസെ, ദമയന്തി, കാണാപ്പാഠം തന്നെയാണ് ഈ യോധയിലെ ഓരോ കഥാപാത്രങ്ങളും മലയാളികൾക്ക്. അതിലെ സീനുകൾ, ഡയലോഗുകൾ 3 പതിറ്റാണ്ടിലേറെ പിന്നിട്ടിട്ടും ഇപ്പോഴും വലിയ അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് നല്ലൊരു സന്തോഷവും ചിരിയും നൽകുന്ന ചിത്രം ഓർക്കുമ്പോൾ തന്നെ മലയാളികൾക്ക് പ്രത്യേക പരിഗണന തന്നെയായിരുന്നു സംഗീത് ശിവനോട്. ഈ യോധ എന്ന ചിത്രം ഒരുക്കുമ്പോഴും സംഗീത് ശിവൻ ചെറിയ പ്രായക്കാരനായിരുന്നു. 27 വയസ്സിലാണ് സംഗീത് അത്തരത്തിലൊരു ചിത്രം മലയാള ലോകത്തേക്ക് എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ അവസാനമായി ഇറങ്ങിയ അല്ലെങ്കിൽ ഈയിടെയായി ഇറങ്ങിയ രോമാഞ്ചം സിനിമയും ഇദ്ദേഹത്തിന്റെ തന്നെ മേക്കിംഗ് ആണ്. ഈ രോമാഞ്ചത്തിന്റെ മറ്റൊരു ഭാഷ ഇറങ്ങാനിരിക്കെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം ചലച്ചിത്ര ലോകം അറിയുന്നത്. ഒരുപാട് പറയാനുണ്ട് സംഗീത് ശിവൻ എന്ന സംവിധായകനെ കുറിച്ച്. അത്രത്തോളം മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു സംവിധായകനാണ്. ബുദ്ധ മതത്തിലും അതോടൊപ്പം തന്നെ നന്മയും തിന്മയും താന്ത്രിക് രീതികളും ബ്ലാക്ക് മാജിക്കും എല്ലാം ഉൾപ്പെടുത്തി അതിലെ ഹാസ്യത്തോടും സമാസമം ചേർത്തൊരുക്കിയ ട്രെൻഡ് സെന്റർ കൂടിയാണ്. ഒരുപക്ഷെ അന്ന് തിയേറ്ററിൽ വൻ വിജയം കൈവരിക്കാതെ പോയ ചിത്രങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷേ കാലം സംഗീതിന്റെ അധ്വാനത്തിന് വിലയിട്ടിട്ടുണ്ട്. മിനിസ്ക്രീനിൽ ഇപ്പോഴും ആവർത്തന മൂല്യമുള്ള ചിത്രങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് തന്നെയാണ് യോധയും. ഈ യോധ എന്ന പടത്തിന്റെ പേര് തന്നെയാണ് സംഗീത് ശിവൻ എന്ന മികച്ച സംവിധായകനെന്ന് ഒരിക്കൽ കൂടി ലോകം തിരിച്ചറിയുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇത്. അല്പസമയം മുൻപാണ് ചലച്ചിത്ര ലോകത്തോട് അദ്ദേഹം വിട പറയുന്നത്.